ജെന്നി ഫ്ലവർ ഇന്റർനാഷണലിന്റെ പടന്നക്കാട് തോട്ടം സ്റ്റോപ്പിലുള്ള ആർട്ട് ഗാലറിയിലേക്ക് ജീവോദയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം സന്ദർശനം നടത്തി. ആർട്ട് ഗാലറി ഉടമയും കലാകാരനും പ്രവാസിയും ബിസിനസ്സുകാരനും പുരാവസ്തു സംരക്ഷകനുമായ ജെന്നി ജോസഫ് പരിപാടിക്ക് നേതൃത്വം നൽകി. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുറച്ച് സമയം ഇവരൊപ്പം സ്പെൻഡ് ചെയ്ത സമയത്ത് നമ്മളിൽ നിന്ന് ഇവരുമായിട്ട് നല്ലൊരു രീതിയിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. സത്യം പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇവരെല്ലാം ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മറ്റുള്ള കുട്ടികളോട് പറയാൻ എന്താ മെസ്സേജ് അല്ലേ? അതായത് നമ്മളിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മളെ സമൂഹത്തിൽ ഇതേപോലെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ചും കൂടി സമ്പർക്കം ഉണ്ടാക്കണം. അതുവഴി നമുക്ക് നമ്മളുടെ ഒരു മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം നമുക്ക് ചുറ്റിലുള്ള സമൂഹത്തിലുള്ള ഇതേപോലെയുള്ള കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ നമ്മൾക്ക് നമ്മളിൽ നിന്നൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ കഴിയും. ഒത്തിരി സന്തോഷം ജനിച്ചാൻ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. കൂടാതെ പറയാനുള്ള ഞങ്ങള് കരിക്കുലമായിട്ട് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ജനിച്ചായം വന്ന് ഒരു ഫ്ലവറിംഗ് തെറാപ്പിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് ഒത്തിരി ഗുണം ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. സംസ്ഥാന ഡിസബിലിറ്റി അഡ്വൈസറി ബോർഡ് മെമ്പർ മുഹമ്മദ് അലി നവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിംഫണി ഗ്രൂപ്പ് അംഗമായ ജാബിർ പടന്നക്കാട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീജിത്ത് നിലായി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെഹ്റു കോളേജ് NSS ടീം അംഗങ്ങൾ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം ആർട്ട് ഗാലറി സന്ദർശിക്കുകയും കലാപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കും NSS വിദ്യാർത്ഥികൾക്കും വളരെ പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു ഇത് പകർന്നത്. ആർട്ട് ഗാലറിയിലെ സന്ദർശനവും കലാവിരുന്നിനും ജീവോദയ സ്പെഷ്യൽ സ്കൂൾ മാനേജർ ലിസി ജേക്കബ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.